കൊലക്കേസ് പ്രതിയെ DCC അംഗമാക്കി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ കേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെ വ്യാപക വിമർശനം. SIR പ്രവർത്തനങ്ങളിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടിയ ഉദ്യോഗസ്ഥനായിരുന്നു രതൻ കേൽക്കർ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പറഞ്ഞു. അതേ ആൾ UDF മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആകുമ്പോൾ ജനമനസ്സിൽ ചോദ്യങ്ങൾ ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഇത്തരത്തിലുള്ള നിയമനം നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കത്തിൽ BJP സീൽ പതിഞ്ഞതടക്കമുള്ള സംഭവങ്ങളും CPIM ചൂണ്ടിക്കാട്ടി. പൈനവ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായിരുന്ന ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി നിഖിൽ പൈലിയെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായി നാമനിർദ്ദേശം ചെയ്തു. ഇടുക്കി DCCA പ്രസിഡന്റ് CP മാത്യുവാണ് നിഖിലിനെ പദവിയിലേക്ക് നിർദ്ദേശിച്ചുകൊണ്ട് കത്ത് നൽകിയത്. നിഖിൽ പൈലി ഉൾപ്പെടെ 5 പേരെയാണ് പുതുതായി DCC അംഗങ്ങളായി തെരഞ്ഞെടുത്തിരുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വിഷു ബെമ്പർ നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഒന്നാം സംസ്ഥാനം VB 135552 എന്ന ടിക്കറ്റിനാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഏജന്റ് അനിൽ D വിറ്റ ടിക്കറ്റിനാണ് സമ്മാനാർഹമായത്. രണ്ടാം സമ്മാനം 1 കോടിയും മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപയുമാണ്. ബംഗളൂരുവിലെ മടിവാളയിൽ 20-കാരിയായ മലയാളി പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ഹൈനസ് അറസ്റ്റിൽ. കേരളത്തിൽ നിന്നാണ് പ്രതിയെ ബംഗളൂരു പോലീസ് പിടികൂടിയത്. 48 മണിക്കൂറിനകം പ്രതിയെ പിടികൂടണമെന്ന ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് അറസ്റ്റ്. അതേസമയം പരാതി നൽകാനെത്തിയ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ മടിവാള SIക്കെതിരെ അധികൃതർ നടപടിയെടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ ആദ്യ പരാതിക്കാരിയും അതിജീവിതയുമായ യുവതി അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്. എന്നാൽ താൻ സമൂഹമധ്യേ നിരന്തരം അപമാനിക്കപ്പെടുകയാണ്. ജീവിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിലാണ് ആക്രമണം തുടരുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. മാനസികാഘാതത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് നിരന്തരം വേട്ടയാടുകയാണെന്നും യുവതി ആരോപിച്ചു. നടൻ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടി അൻസിബ ഹസൻ രംഗത്ത്. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ AMMAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് താൻ രാജിവെക്കാൻ പ്രധാന കാരണം ടിനി ടോം ആണെന്നാണ് അൻസിബയുടെ വെളിപ്പെടുത്തൽ. തന്നെ ഒരു മത തീവ്രവാദിയാക്കാനും ആളുകളെ മതം മാറ്റാൻ ശ്രമിക്കുന്നവളായി ചിത്രീകരിക്കാനും നിരന്തരം ശ്രമം നടന്നതായും നടി വെളിപ്പെടുത്തി. എന്നാൽ ആരോപണങ്ങൾ ടിനി ടോം നിഷേധിക്കുകയായിരുന്നു. തെലങ്കാനയിൽ കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് 16 പേർ മരിച്ചതായി റവന്യൂ മന്ത്രി പെങ്കുലെട്ടി ശ്രീനിവാസ റെഡ്ഡി അറിയിച്ചു. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥരുമായി നടത്തിയ അടിയന്തര യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 7 ജില്ലകളിലായാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും റസൂൽ പൂക്കുട്ടി രാജിവെച്ചു. ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. അദ്ദേഹത്തെ കൂടാതെ വൈസ് ചെയർമാൻ പേഴ്സൺ സ്ഥാനത്ത് നിന്നും കുക്കു പരമേശ്വരനും സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം മധുപാലും രാജിവെച്ചു. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഓൺലൈൻ പ്രതിഷേധങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുങ് രംഗത്ത്. താനൊരു ഹോണറിനെ അഥവാ ബഹുമാന്യനായ കോക്രോച്ച് ആണെന്നും യുവാക്കളുടെ ഡിജിറ്റൽ പ്രതികരണങ്ങളെ അടിച്ചമർത്തുന്നതിന് പകരം അവരുടെ ആശങ്കകൾ കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലില്ലായ്മ, പരീക്ഷാ പേപ്പർ ചോർച്ച തുടങ്ങിയ ഗൗരവമേറിയ വിഷയങ്ങൾക്കെതിരെ ഹാസ്യവും പ്രതികരണാത്മകവും ഉപയോഗിച്ച് നടത്തുന്ന ഈ ക്യാമ്പയിൻ ജനാധിപത്യപരമായ ഒരു പ്രതികരണമാണെന്നും അതിനെ ഭീഷണിയായി കാണരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വടക്കൻ ചൈനയിലെ കൽക്കരി ഖനിയിലുണ്ടായ ശക്തമായ വാതക സ്ഫോടനത്തിൽ 90 പേർ കൊല്ലപ്പെട്ടു. 247 തൊഴിലാളികളാണ് ഖനിക്കുള്ളിൽ ജോലിയിലുണ്ടായിരുന്നത്. 100-ലധികം പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകട സ്ഥലത്ത് ഇനിയും നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കാനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശിച്ചു.
ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.